ഹെൽത്തി ഫുഡെന്ന് പറഞ്ഞ് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. വല്ലപ്പോഴും ഒക്കെ ആകാം. എന്നും ആകാൻ പറ്റത്തില്ല കേട്ടോ. കർക്കിടക മാസം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാരണവന്മാർ പറയാറില്ലേ, പഞ്ഞമാസമാണ് കർക്കിടക മാസം എന്ന്. അപ്പം അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഇതുപോലത്തെ ഒരു കറിയൊക്കെ ഇടയ്ക്കൊന്ന് കൂടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ ശർക്കര അത്യാവശ്യം വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇതുപോലെ ഇട്ടേച്ച് അതൊന്ന് കട്ടയൊക്കെ മാറി വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒരു 2-3 വെളുത്തുള്ളി ഇടുവേ. ആ വെളുത്തുള്ളി ഒന്ന് വാടി വരണം. എല്ലാം നമ്മൾ തീ കുറച്ചിട്ടിട്ടാട്ടോ പിന്നെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ അകത്തേക്ക് ഈ കാന്താരി മുളക് ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒത്തിരി മൂത്ത് പോയ കാന്താരി ഇട്ട് കഴിഞ്ഞാൽ ചെറിയ എരിവുണ്ടാവും. ആ സമയത്ത് തീരെ പൊട്ടിട്ട് കഴിഞ്ഞാൽ ഒരു രുചി ഉണ്ടാവതുമില്ല. ഇതിൻ്റെ മീഡിയത്തിൽ നിൽക്കുന്ന കൂട്ട് ഒരു പകുതി മൂത്ത കാന്താരി ആട്ടോ ഇടേണ്ടത്. പിന്നെ ഈ അതിൻ്റെ ആ ഞെടുപ്പൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇച്ചിരി തിരക്ക് കൂടി പോയത് കൊണ്ടാണ്. അപ്പോൾ ആ ഞെടുപ്പൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞ് വെച്ചിട്ട് അതും ഇട്ട് ഒരു 3-4-5 മിനിറ്റ് നേരം തീരെ കുറച്ചിട്ട് വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഇടയ്ക്കൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് കായപ്പൊടി ചേർക്കണം. കായപ്പൊടിയും ചേർത്ത് വിനാഗിരിയും പിന്നെ ഉപ്പും പിന്നെ അതിനൊപ്പം നമ്മൾ കരിവേപ്പിലയും കൂടി ഒരു അച്ചാറിൻ്റെ എവിടെയൊക്കെയോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലായിരിക്കില്ല കേട്ടോ. എന്നാൽ ആ ഒരു അച്ചാറിൻ്റെ തന്നെയല്ല, അത്യാവശ്യം നല്ല മധുരവും കൂടി ഉണ്ടായതുകൊണ്ട് ഈ കാന്താരിക്ക് ഒത്തിരി എരിവ് തോന്നത്തുമില്ല, എന്നാൽ മധുരം ഒത്തിരി കൂടുതൽ തോന്നിക്കത്തുമില്ല. പക്ഷേ ഇടയ്ക്കൊക്കെ നമുക്ക് ചോറിന് ഒരു കറിയില്ലാതെ കിളി പോയിരിക്കുന്ന അവസ്ഥയിൽ ഇത് കൂട്ടൊരു ഐറ്റംസ് കുഴപ്പമില്ലേ.